ഇത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. അവരാണ് ഇതിൽ പ്രാഥമികമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. സമീപ സ്ഥലത്ത് നിന്ന് ആംബുലൻസുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളുമൊക്കെ അങ്ങോട്ടേക്ക് പിന്നീടാണ് എത്തിച്ചേർന്നത്. ആദ്യം നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഇതിൽ വളരെ ദാരുണമായ സംഭവം, അവിടെ സ്കൂളിലേക്ക് പോകുന്നതിന് ബസ് കാത്തു നിന്ന കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അവരെ സ്കൂളിലേക്ക് അയക്കാൻ നിന്ന രക്ഷിതാക്കളുടെയും മേലിലാണ് ഇപ്പോൾ ഈ വാഹനം പാഞ്ഞു കയറിയത്, ടിപ്പർ ലോറി പാഞ്ഞു കയറിയത്. ലോറി തകർന്നു കിടപ്പുണ്ട്. അതിനടിയിൽ നിന്ന് ആണ് ഈ അപകടത്തിൽപ്പെട്ടവരെ പുറത്തേക്ക് എടുക്കാൻ നാട്ടുകാർ വളരെ പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിലെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നോർമൽ സ്പീഡിൽ പോകുന്ന അപൂർവം ആൾക്കാരാണ്. എല്ലാവരും ഈ ആഞ്ഞുള്ള പോക്കാണ്. അപ്പോൾ അപകടത്തിന് അതടക്കമുള്ള കാരണമാണെന്ന് ഉറപ്പായും പരിശോധിക്കണം. പക്ഷേ ഇപ്പോൾ പ്രയോറിറ്റി രക്ഷാദൗത്യം പൂർത്തിയാക്കുന്നതിലാണ്. ടിപ്പറിനടിയിലുള്ള ആൾക്കാരെ, കുട്ടികളടക്കം ആൾക്കാരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിൽ തന്നെയല്ലേ ദിലീപ്? ഹാഷ്മി, അതെ. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ഏതായാലും ഇപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പിന്നീട് പരിശോധിക്കാം. കാരണം നേരത്തെ മുതൽ തന്നെ നമ്മൾ അക്കാര്യങ്ങളൊക്കെ ഈ ടിപ്പർ ലോറികളുടെ അമിത വേഗത പറഞ്ഞിട്ടുള്ളതാണ്, അമിത വേഗത്തെക്കുറിച്ച്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവം, ഈ ദാരുണമായ സംഭവം, മണ്ണുമായി വന്ന ടിപ്പർ ലോറി അമിത വേഗതയിൽ ഇവിടേക്ക് പാഞ്ഞു കയറുകയായിരുന്നു എന്നാണ് അവിടെ ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.